അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കുഞ്ഞിക്കദിയയുടെയും ഹസീനയുടെയും വീട്ടിലേക്ക് പോലീസ് വന്നെത്തിയത്. അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. പല രീതിയിലും അവർ പല ഉത്തരങ്ങളും പറഞ്ഞു. എന്നാൽ സൗദിയെക്കുറിച്ചായിരുന്നു ചോദിച്ചത്. അറിയില്ല സാറേ, ഇവിടെ നിന്ന് എവിടേക്ക് പോയത് അറിയില്ല. നിങ്ങളുടെ വീടിനകത്തുണ്ടായിരുന്ന മാനസിക രോഗി എന്ന് വിളിച്ചിരുന്ന ആ പെണ്ണ് എവിടെയാണ്? അതറിയണം. നിങ്ങൾക്കറിയാം അത് വ്യക്തമായും കൃത്യമായും. ഇല്ല സർ, നിങ്ങൾ എന്തേ പറയുന്നത് ഇല്ലാത്തത്? അങ്ങനെയൊന്നും നിങ്ങൾ പറയല്ലേ. കുഞ്ഞിക്കതിയ അതാ അവരുടെ കാല് പിടിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. പൊന്നു സാറ്, നിങ്ങളെ കാല് ഞാൻ പിടിക്കാം. നിങ്ങൾ ദയവായി ഞങ്ങൾ ഉപദ്രവിക്കല്ലേ. ഉപദ്രവിച്ചില്ലല്ലോ, ഉപദ്രവം തുടങ്ങാനേ തുടങ്ങണുള്ളൂ. ഉപദ്രവത്തിനൊക്കെ ആകണല്ലോ ഉള്ളൂ. നിങ്ങളെന്താ ഇത്രമാത്രം ടെൻഷനാകുന്നത്? ഉപദ്രവത്തിനുള്ള സമയം ആകുന്നു. അതിനു മുമ്പ് നിങ്ങൾക്ക് ചാൻസ് തരുന്നുണ്ട് സത്യം പറയുവാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആരെയും വെറുതെ ഉപദ്രവിക്കണമെന്നില്ല. ഞങ്ങൾക്ക് എല്ലാവരെയും രക്ഷിക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. നിങ്ങളുടെ മകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളൊരു പരാതി നൽകിയില്ല? അയൽവാസികളോടൊന്നും പറഞ്ഞില്ല? ഞാൻ ചോദിച്ചു നോക്കട്ടെ നിങ്ങളുടെ അയൽവാസികളോടൊക്കെ. വേണ്ട സാറ്, ഓരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ അറിഞ്ഞത് ഷോക്കായി നിൽക്കണം ആകപ്പാടെ. എന്തിനാ കുഞ്ഞിക്കഥ നിങ്ങൾ കളവ് പറയുന്നത്? പോലീസുകാരുടെ മുഖത്ത് നോക്കി കളവ് പറഞ്ഞാൽ അതവർക്ക് ശരിക്കും മനസ്സിലാകും കേട്ടോ. ഞങ്ങൾ വെറുതെ യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കുകയല്ല. കുറച്ചൊക്കെ കുതന്ത്രമന്ത്രങ്ങളൊക്കെ ഞങ്ങളും പഠിച്ചു തന്നെയാണ്. അല്ലാതെ നിങ്ങൾ ഇഷ്ടത്തിന് ഇങ്ങനെ അതൊന്നുമല്ല. സാറേ, നിങ്ങൾ കൊണ്ടുപോകില്ലേ? ആ പോലീസ് വണ്ടിയിൽ നിങ്ങൾ കൊണ്ടുപോകില്ലേ? അത് പറഞ്ഞാൽ പറ്റില്ല ഷഹർബാൻ. ആ സർ. അതെ, ആ ലേഡിയെ പിടിച്ച് അകത്തേക്കിട്. അപ്പോൾ തന്നെ അതാ കുഞ്ഞിക്കതിയെ പിടിച്ച്. എന്താ കുട്ടി ഈ കാട്ടണത്? പൊന്നാര കുട്ടി, ഞാൻ എൻ്റെ കാല് പിടിക്കുക, എന്നാലും കൊണ്ടോലി. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോണത്? അതൊക്കെയുണ്ട്. അല്ല, നിങ്ങളുടെ വീടൊന്നും കൂടി റൈഡ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ, പക്ഷെ മൊത്തത്തിൽ ഒന്ന് അരിച്ചു പെറുക്കാനുണ്ട്. എന്തിനാ സാറേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലേ, നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ വരുമാനമുണ്ട്. വരുമാന മാർഗം എന്താണെന്ന് നിങ്ങൾ പറയുന്നില്ലല്ലോ. വരുമാന മാർഗം ഒന്നുമല്ലേ. ആദ്യമൊക്കെ മരുവൻ പൈസ അയച്ചിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നല്ല. ഇപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അല്ല, ഇത് നല്ല റിച്ച് ഫാമിലിയാണ്. റിച്ച് ആയിട്ടാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം, അതിൻ്റെ സ്രോതസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് വല്ല കുഴൽപ്പണത്തിൻ്റെ ബിസിനസ്സും ഉണ്ടോ? അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ സാറേ നിങ്ങളീ പറയുന്നത്? അല്ലാതെ പിന്നെ എങ്ങനെ? അതോടെ നിൽക്കട്ടെ. എവിടെ നിങ്ങളുടെ മകൾ എവിടെ? അത് അറിയണം. അറിയാതിരുന്നാൽ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരൊക്കെ പൊക്കുട്ടു മക്കളെ. ഒരിക്കലും നിങ്ങളിവിടെ വിലസാം സുഖസുന്ദരമായി കഴിയാമെന്ന് വിചാരിക്കേണ്ട. ഒരു മനുഷ്യൻ മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എല്ലാവരെയും പൊക്കി ജയിലിലിടും. മനസ്സിലായല്ലോ? കുഞ്ഞിക്കതിയ അതാ ഹസീനയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഉമ്മ, നിങ്ങളൊന്ന് പറഞ്ഞാളി, എവിടെയാണ് സൗദാന്നുള്ളത് ഒന്ന് പറഞ്ഞാളി. ഒന്നും മിണ്ടാതിരിക്കടി, എന്നിട്ട് വേണം. എന്നാൽ അപ്പോഴേക്കും അതാ ഷഹർബാൻ ഹസീനയെ പിടിച്ചു വലിക്കുന്നു. കയറടി ജീപ്പിൽ. എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? പിന്നെന്താ, ആരെയെ കൊണ്ടുപോകേണ്ടത്? കയറ്. രണ്ടുപേരെയും അത് പിടിച്ച് വലിക്കാൻ ശ്രമിച്ചപ്പോൾ കയറൂല. എന്തിന് കയറണേ? അതേ, അങ്ങനെ കയറിയാലേ ഈ വലിയൊരു പോരി അതിനുള്ളത്തെ സാധനങ്ങളും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോരുക. എന്ത് കാര്യത്തിന്? തെറ്റ് ചെയ്തിക്കണേ കുഴപ്പമില്ല. തെറ്റ് ചെയ്യാത്ത ആൾക്കാരിങ്ങനെ പോലീസ് ജീപ്പിലേക്ക് ഒന്ന് പിടിച്ച് വലിച്ച് കയറ്റേ. ഈ വീടും പരിസരം വിട്ട് ഞാൻ പോരൂല. ഇതിനുള്ളിലേ അതിനുള്ളിൽ എന്താ ഞങ്ങൾ നോക്കട്ടെ, ആകെ സെർച്ച് ചെയ്യാണ്ട്. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ വീട് കേടരുള്ളേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ. കുഞ്ഞിക്കതിയുടെ ആ ഒരു വാക്ക് കേട്ട്, അതെ, സ്വന്തം മോള് പോയിൽ പ്രശ്നമല്ല, വീട് കേടരുന്നതാണ് കുഴപ്പം. എന്താന്നില്ലേ ഓരോ ടീം. ഓരോ കഥകൾ കേൾക്കാമല്ലോ. കുടുംബങ്ങളെ മുഴുവൻ എന്തോ കഷായം കൊടുത്ത് കൊന്ന ടീംസൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതല്ല, അതിൻ്റെ അപ്പുറം ഉണ്ടാവും. നിങ്ങൾ ഉന്തല്ലേ, ഞാൻ കയറിക്കോളാം. കുഞ്ഞിക്കതിയ അത് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും അതാ ഷഹർബാൻ ഹസീനയെയും പിടിച്ച് അതാ വണ്ടിയിലേക്ക് ഇട്ടു. എന്താണ് നിനക്ക് കയറാൻ ഒരു മടി? ഇന്നെന്തിനെ കൊണ്ടുപോകണത്? ഉമ്മാനെ കൊണ്ടുപോയി പോരെ? എന്നാൽ ഉമ്മ, ആടി എന്നെ ഇവിടെ നിർത്ത സുഖമായി. അങ്ങനെ നിൽക്കണ്ട സാറേ, എൻ്റെ വീട്
എൻ്റെ വണ്ടി അതൊക്കെ ആരെങ്കിലും കൊണ്ടുപോകില്ലേ? നിങ്ങൾ എന്തിനെന്നെ കൊണ്ടുപോകണ വെറുതെ? അവർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഷട്ട് അപ്പ് യുവർ മൗത്ത്സ്. കേറടി അങ്ങോട്ട്. എന്താ വീണ്ടും ഇറങ്ങി വരികയാണോ? നജീബ് സാർ പറഞ്ഞു. എന്നാൽ അതാ ഹസീന ഇറങ്ങുകയാണ്. സാറേ, നിങ്ങൾ എന്ത് കരുതിയിട്ട് എന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നത്? നിനക്കും അറിയില്ലല്ലോ നിൻ്റെ ഇത്താത്ത എവിടെയാണെന്ന്, നിൻ്റെ ഉമ്മാക്കും അറിയില്ല. അപ്പോൾ പിന്നെ നിങ്ങളോട് ചില രീതിയിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാലേ മണിയായിട്ട് ഉത്തരം കിട്ടും. അങ്ങനെ ഉത്തരം കിട്ടാനാണ് ഏത് പോലീസുകാരനും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവിടെ കുറേ കീറി പൊളിച്ചിട്ട് കാര്യമില്ലല്ലോ. നല്ല രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ഉത്തരം പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും അത് ഹസീന ഭയന്നു. ഉമ്മ ഞാൻ ഇറങ്ങാണ്. എങ്ങോട്ട് ഇറങ്ങുന്നത്? ഇറങ്ങാനായിട്ടില്ല. രണ്ടിനെയും ജീപ്പിലേക്ക് വലിച്ചു കയറ്റി അതാ ജീപ്പ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നതിന് മുമ്പായിട്ട് ഷമ്മാസിനെ വിളിച്ചു നജീബ്. ഹലോ. ആ സർ. പിന്നെ രണ്ടെണ്ണത്തിന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒന്നിനെ കാണാനില്ല. അതാണ് വേണ്ടത്. ഒന്നിനെ കാണുന്നില്ല. കാരണം ആ സ്ത്രീയുടെ മൊഴി കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ പിടിക്കാനായി. എന്തൊക്കെ തന്നെയായാലും ഇനി അതിനെ കണ്ടുപിടിക്കണം. ഒരു നിമിഷം ഷമ്മാസ് ഭയന്നു. റബ്ബേ, അതെ സൗദത്ത. അവർ എന്തൊക്കെ തന്നെയാലും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ, ഒരു കുഞ്ഞിൻ്റെ ഉമ്മയല്ലേ. അവർക്കിത് എന്ത് പറ്റി? അവരിത് എവിടെയാണാവോ? എന്തോ അറിയില്ല. വല്ലാത്തൊരു അവസ്ഥ തന്നെ. ആ നിമിഷം തന്നെ വീണ്ടും അതാ ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ ഷമ്മാസ്, കൊണ്ടുപോവട്ടോ രണ്ടെണ്ണത്തിന് കസ്റ്റഡിയിലെടുത്ത്. സാറേ, പിന്നെ കൂടുതലൊന്നും ഉപദ്രവിക്കൊന്നും വേണ്ട. സത്യം എങ്ങനെ പറയും നോക്കുക. ഉപദ്രവിച്ചു കൊണ്ട് ഇതാക്കൊന്നും വേണ്ട. സത്യം പരമാവധി പറഞ്ഞു നോക്കുക. അവരെ കൊണ്ട് എങ്ങനെയൊക്കെ അവർ പറയുന്നു. കളവ് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു ശിക്ഷമുറ സ്വീകരിക്കേണ്ടി വരുമല്ലോ ഷമ്മാസ്. ശരിയാണ്. പക്ഷെ എന്നാലും സ്ത്രീകളല്ലേ എന്നുള്ളൊരു പരിഗണന. ഷമ്മാസ്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും തെറ്റ് തന്നെയാണ്. അവർക്ക് നല്ല രീതിയിൽ മാനമര്യാദയിൽ നല്ല രീതിയിൽ പറഞ്ഞു തരാം എന്താണ് സംഭവിച്ചത്. അവർക്കറിയാം അവരെന്തൊക്കെയോ ഒളിച്ച് വെക്കുകയാണ്. ആ ഒളിച്ചു വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പറയാനുള്ളത് കയ്പായാലും സത്യം പറയണമെന്നാണ്. എങ്കിലും അവൾക്ക് നേരത്തെ കഴിച്ചിലാവാം. പക്ഷേ അവർ പഠിച്ച കള്ളികളായ രണ്ടും ഒന്നും മിണ്ടുന്നില്ല. അല്ലടാ, ഇത്രയും വലിയ ബംഗ്ലാവൊക്കെ അതെൻ്റെ ജ്യേഷ്ഠനെടുത്തെടുത്ത് വീടാണ്. ഓക്കെ അതിനെക്കുറിച്ച് അത് പക്ഷേ ഇവിടെ ഭയങ്കര വീട് വിട്ട് പോകുന്നതിന് പ്രശ്നമാണ്. മോള് പോയിട്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ എന്നാൽ ശരി കേട്ടോ. ഞങ്ങൾ ഒന്ന് പെരുമാറി നോക്കട്ടെ. സാറേ, പെരുമാറൊന്നും വേണ്ട. ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. പെരുമാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഫാമിലി ആയിട്ട് വരുമ്പോഴും അതൊക്കെ എല്ലാം കൂടി ആകുമ്പോൾ ഓക്കെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാം. നോക്കട്ടെ. സത്യം പുറത്ത് തന്നെ വരെ ജസ്റ്റ് ചെറിയൊരു പേടിപ്പിക്കലും നോക്കട്ടെ. എന്ന് ശരി സർ. അങ്ങനെ അതാ ഷമ്മാസ്. പഠിച്ചോനെ, ഇതിപ്പോൾ അവർ തന്നെയാണ് കെണിയുണ്ടാക്കിയത്. അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ വീഴുന്ന പുറപ്പാടാണ്. അല്ലെങ്കിൽ ആ സത്താറിനൊക്കെ മാനമര്യാദയിൽ ശരിക്കും വിട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലാത്ത കള്ളക്കേസ് പിൻവലിച്ചിരുന്നെങ്കിൽ റബ്ബേ, എന്തിനാ റബ്ബേ ഈ ദുനിയാവ് മതിയോ ഇവർക്കൊക്കെ കള്ളക്കേസ് കൊടുത്തിട്ട് അതിന് എന്താന്നില്ലേ ഓരോരുത്തരുടെ ജയിലിൽ കയറ്റുക. അത് എന്താണ് സത്യാവസ്ഥ എന്ന് പോലും അന്വേഷിക്കാതെയാണ് ഓരോ നിയമ നടപടികൾ നടക്കുന്നത്. ഏതായാലും പഠിച്ചവനെ നീതി കൊടുക്ക്. കാരണം അവർക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തിനാണ് വെറുതെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കഷ്ടപ്പെടുത്തി പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് വെറുതെ അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആവശ്യമില്ലാത്ത ഒരുപാട് കള്ളക്കഥകൾ കള്ളനുണകൾ കെട്ടിച്ചമച്ച് അവർ അയാളെ ജയിലിൽ കയറ്റി. എന്തിന്? ഒരു ഫാമിലിയാണ് തകരുന്നത്. ഏതായാലും അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. 50 ലക്ഷം വേണമെന്നാണ് അത്ര പറഞ്ഞത്. എന്തിനാണ് 50 ലക്ഷം? എൻ്റെ നവാസ് ഖാൻ്റെ മുഴുവൻ ക്യാഷും അവർ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്താ, ഇനിയും ഇപ്പോൾ 50 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇപ്പോൾ അത്രക്കും അഹങ്കാരമാണല്ലോ അവർക്ക്. ശരിക്കും അതാ ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചു. മോനെ, ഉമ്മ വിളിച്ചു. ഉമ്മ. എന്താ മോനെ? പിന്നെ അവിടെ സൗദത്താൻ്റെ വീട്ടിൽ ഭയങ്കര റെയ്ഡിങ്ങോ? അതെന്താ അവിടെ? ഒന്നുമില്ല, അവിടെ നമ്മുടെ സെലീനത്തെ പറഞ്ഞതനുസരിച്ച്. അപ്പോഴേക്കും സെലീൻ അങ്ങോട്ട് വന്നു. ഐഷുമ്മ, ശരിയാണ്, ഞാൻ തന്നെ എല്ലാം തുറന്ന് പറഞ്ഞത്. കാരണം അവർ അത്രക്കും മോശം പ്രവൃത്തിയാണ്
ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നിക്കണ് ശരിയാണ്, പക്ഷേ നല്ല കരച്ചിൽ, നല്ല ചീത്ത പറച്ചിൽ അതെല്ലാം അവിടെ കേൾക്കുന്നുണ്ട്. എന്താ ഏതാ പഠിച്ചോന്നറിയാം. അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. സാറേ, എൻ്റെ ഭർത്താവിനെ അവർ കുടുക്കി, എൻ്റെ ഭർത്താവിനെ കുടുക്കി, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഞാനും എൻ്റെ മക്കളും കഷ്ടപ്പെടുന്നു ഉമ്മ. അത് ഞങ്ങൾ ഇത്ര അനുഭവിക്കുന്നു. പക്ഷേ ആ വീടിനകത്തുനിന്ന് വളരെയധികം പ്രയാസകരമായൊരു കരച്ചിലൊക്കെ കേട്ടിരുന്നു. എന്താ ഏതാ പഠിച്ചോനറിയാം. എന്നോട് അവർ മൊഴി എടുത്തപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. അവരുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒച്ചപ്പാടും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് ഇവിടെ ചെക്ക് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടതൊക്കെ. അല്ലാ, ഏതായാലും വല്ലാത്തൊരു പുതുമന്നെയാണ്, വല്ലാത്തൊരു സാധനങ്ങളാണ് റബ്ബേ. ഇങ്ങനത്തെ പോലൊക്കെ എങ്ങനെയാണ് നമ്മൾ പൊറപ്പിച്ച പറയാൻ പറ്റൂല. ഏതായാലും ഇനിയിപ്പോൾ ഉമ്മ പിന്നെ സൗദത്തെ കാണാനത്ര. അത് കേട്ട് ആയുഷമ്മ ഞെട്ടിത്തെറിച്ചു. മോനെ, ഈ എന്താടി പറയണത്? അതെ, അവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടു. എടാ, അത് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞത്രേ. പടച്ച റബ്ബേ, വല്ലാത്തൊരു പുതുമന്നെയാണ്. ഒന്നും ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി നല്ലഞ്ചേൽക്ക് ആക്കി കൊടുന്നേനെ പിന്നെ അവളെ കാണാനില്ലാതെ വല്ലാത്തൊരു പുതുമന്നെയാണ് ഇപ്പോൾ ഇത്. എവിടേക്ക് അവളെ ഇറങ്ങിപ്പോണത്? എന്നാൽ ഈ കുട്ടീനൊന്ന് വിചാരിച്ചില്ല റഹ്മാനേ. വല്ലാത്ത വിഷമം അതാ ആയുഷമ്മക്ക്. മോനെ, എന്താടാ നമ്മളിഞ്ഞ് കാട്ടുക? എന്താ ചെയ്യുക? എനിക്ക് സമാധാനമില്ലല്ലോ. നവാസ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുക? സമാധാനം ഓന് ശരിയാണ്, കുറച്ചു കാലം ഉണ്ടാക്കി നടന്നിക്കണേ. ഇനിയിപ്പോൾ കുട്ടീനെ കാണലും ഓളെ കാണലും കൂടെ ഒക്കെ വിചാരിച്ച് വരികയാണെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? ഉമ്മ, നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? പെറ്റ് തള്ളക്ക് സ്നേഹമല്ലേ, പിന്നെ ഇപ്പോൾ നിങ്ങളെന്തിനാ അത്രമാത്രം വിഷമിച്ച് ഇടങ്ങാറാകണം ഉമ്മ? ഒന്നുമില്ല മോനെ, എല്ലാം കൂടി ആലോചിച്ചിട്ടൊരു ബേജാറ്. എന്താ ഏതാ ഒന്നും അറിയില്ലല്ലോ. ഉമ്മ കരയൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഒക്കെ പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സെലീനത്തെ കാര്യങ്ങളൊക്കെ അതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു ലേഡി മിസ്സായ കാര്യമൊക്കെ അവരോട് പറഞ്ഞ് അതിൻ്റേതായ രീതിയിലൊക്കെ ക്ലിയർ ആക്കും. അതോ പറഞ്ഞത് ശരിയാണ് ഷാമോനെ, എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നു, പക്ഷേ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ആ സൗദൻ്റെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേട്ടു. പിന്നെ എന്താ ഏതായി ഒന്നും അറിയില്ലല്ലോ. ഏതായാലും അവിടെ പോയത് നന്നായി, പോയതുകൊണ്ട് ഒക്കെ അറിയാനായി. അല്ല ഷാമോനെ, ഇഞ്ഞിട്ട് ഉമ്മ രണ്ടിടത്തിന് കയറ്റിക്കൊണ്ടേക്കണ്. എങ്ങോട്ട്? സ്റ്റേഷനിലേക്ക് തന്നെ. പഠിച്ച റബ്ബേ, അപ്പോൾ ഉമ്മ എന്തിനു വിഷമിക്കുന്നത്? ആ കുട്ടികൾ അവിടെ മറ്റോടത്താണ്, മറ്റേ ഭാര്യൻ്റെ അടുത്തല്ലേ മക്കള്. ആ കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. മക്കളൊക്കെ അവിടെയാണ്. അവർ രണ്ടെണ്ണത്തെയും കൊണ്ട് രണ്ടിനും കുറച്ചേറെയാണ്. എൻ്റെ അമ്മോ, രണ്ടുപേരും വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ആ ഉമ്മയുടെ തനി പകർപ്പാണ് മകള്. വല്ലാത്തൊരു കഷ്ടം തന്നെ. മോനെ ഇഞ്ഞിട്ട് കൊണ്ടുപോയി നല്ലോണം ലോക്കപ്പിലിട്ട് പെരുമാറുമ്പോഴും സത്യമൊക്കെ പറയൂ. എവിടേക്കോള് പോയതാവല്ലേ? എവിടേക്കും അറിയില്ല, ബുദ്ധിയില്ലാതെ കേടുന്നില്ലല്ലോ. എന്താ അറിയില്ല പൊന്നാരെ. കാരണം ചില ഉമ്മാരും ഏട്ടത്തിയാളും കടുപ്പം കാട്ടണം. എത്ര സ്ഥലം കണ്ടക്കണില്ലേ നമ്മൾ ആ അയൽവക്കത്തെ ആ ഒരു കുഞ്ഞാമിനെ. എൻ്റെ റബ്ബേ, ഓല മോനെ പൊള്ളിച്ചത് റഹ്മാനേ. എന്തേനു അടുപ്പത്ത് ഈ മോനെ ഈ ചെക്കന് കുറച്ചൊരു ബുദ്ധി കുറവുണ്ടേനു. ഓനിങ്ങനെ ഈ ഒരു പെരാൾക്കൂടൊക്കെ ഇങ്ങനെ നടക്കും. അതിൽ പെങ്ങളും ഉമ്മയും കൂടിയും കാട്ടിയ പണി എന്താ? ചട്ടക എടുത്തുകൊണ്ട് അടുപ്പിലാണ്ട് വെച്ചു. നല്ലൊരു തടിമിടുക്കുള്ളൊരു ചെക്കനേനത്. അടുപ്പ് കണ്ട് വെച്ചിട്ട് പൊന്നാരേ, ചട്ടകം അങ്ങോട്ട് പൗപ്പിക്കൽ തുടങ്ങിയില്ലേ. എന്നിട്ടെന്ത് കാട്ടിയത്? ഈ പെങ്ങള് പിടിച്ചു കൊടുത്തു. ഈ വല്ലാത്തൊരു ഇടങ്ങാറത് ആലോചിച്ചാൻ വയ്യ. പെങ്ങൾ തൽക്കണേറ്റു എൻ്റെ മുഖം കൈയും കാലൊക്കെ അമർത്തി പിടിച്ചു. തള്ളങ്ങനെ ഈ അടുപ്പത്തുനിന്ന് കൊടുന്നു കണ്ട് ചട്ടകം ഇങ്ങനെ ചൂടാക്കി മോത്താണല്ലേ വെച്ചത്. എൻ്റെ റബ്ബേ, അതൊക്കെ ഉള്ള സംഭവമാണ്, മക്കളില്ലാത്തതല്ല. എൻ്റെ റബ്ബേ, ആ കുട്ടീൻ്റെ വെളുത്ത് തുടുത്ത ആ മുഖത്ത് ഇങ്ങനെ ചട്ടകങ്ങളുണ്ട് വെച്ചിട്ട് റബ്ബേ, തലങ്ങും വിലങ്ങും മോത്തും മൂക്കുമ്മലും ചുണ്ടുമ്മലും ചെവിയിലും ആകപ്പാടിങ്ങോട്ട് വെച്ചു. പെങ്ങൾ കൂടി കൊടുത്തു. പെങ്ങൾ തലക്കണിട്ട് അമർത്തി കൊടുത്തു. ഉമ്മ അങ്ങനെ അടുപ്പത്തുനിന്ന് ചട്ടകം ഇങ്ങനെ പൊഴപ്പിച്ച് കൊടുന്ന് മുഖത്ത് ഇങ്ങനെ ചീ എന്നങ്ങോട്ട് വെക്കുമായിരുന്നു. എൻ്റെ റബ്ബേ, അത് ആലോചിച്ചുകൂടോ ഉമ്മ. അത് അന്ന് മോനെ ഈ മലേഷ്യയിലായിരുന്നോ?
ഓള് മരിച്ചു പോയിപ്പോൾ. ഏതായാലും പൊന്നാര കുട്ടിയെ മോറും കണ്ട് പൊള്ളിയില്ലേ, ആകപ്പാടും കണ്ട് പൊള്ളിയിട്ട് റഹ്മാനെ എന്നോട് പറയാൻ. കാരണം അങ്ങനെ ചെയ്യണ തള്ളാരുണ്ട് എന്നാണ് പറയണത്. ഒന്നിനും മടിക്കാത്ത തള്ളാരുണ്ട് മക്കളെ. കാരണം അങ്ങനെ ആ കുട്ടിനെ കാട്ടിക്കൂട്ടുമോ ഉമ്മ? എന്നിട്ട് അത് എന്താ മോനെ ചെയ്യുക? പിറ്റേന്നൊക്കെ കണ്ട് പഴുത്തിയില്ലേ, മുഖം നാറ്റ് കണ്ട് പഴുത്ത് പൊള്ളം കെട്ടിക്കണ് ആകപ്പാടെ. ഓ എൻ്റെ റബ്ബേ, കാണാൻ വയ്യ. അപ്പം ഉമ്മാക്കും പെങ്ങൾക്കും അത് കാണാൻ കഴിയണില്ല. കാരണം അത്രക്കൊരു പേടിപ്പെടുത്തുന്ന രൂപം. ആകപ്പാടെ പൊള്ളം പൊന്തിയിട്ടും മുറിയായിട്ടും തൊലി പൊളിഞ്ഞിട്ടും അങ്ങനെ മുഖമൊക്കെ ഒന്നായിട്ടും ഇങ്ങോട്ട് മുഖഷേപ്പ് തന്നെ മാറിയിക്കുക. കാരണം എന്താ, ഈ കണലിൽ വെച്ചൊക്കെയല്ല ചട്ടകം അതേറ്റ് കൊടുന്നാണ് വെക്കണതേ ഉമ്മ. എന്നിട്ട് എന്താ മോനെ, ആശുപത്രിക്ക് കൊണ്ടുപോയി? ആശുപത്രിയിൽ കൊണ്ടുപോയും ചെയ്തു. ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് എന്താ പറഞ്ഞത്? എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് പാവയും മോനും മിണ്ടാതെ നിന്നു. ഉമ്മയും പെങ്ങളും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്. അല്ലെങ്കിൽ അയാൾ പീഡനത്തിനൊക്കെ എന്തേക്കാരം കുറ്റം. എന്നിട്ട് പൊന്നാരെ ആ കുട്ടി ഇടങ്ങാറായിട്ട് പൊള്ളിക്കല്ലേ മുഖം ഒന്നായിട്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇത് എന്താ പറ്റിയത് എന്ന്. അപ്പം തന്നെ ഉമ്മയും പെങ്ങളും പറഞ്ഞു പടക്കം പൊട്ടിച്ചതാണ്. ഇത് എന്ത് പടക്കം, ഇത്രയും വീര്യമുള്ള എന്താ അത്? മുഖം ആകെ ഇങ്ങനെ പൊള്ളിക്കണ്. പൊന്ന് സാർ, ഇപ്പോഴത്തെ പടക്കത്തിൻ്റെ ഒക്കെ ഒരു പവർ എത്രയാണ്? ഓ, ഇത്ര വലിയ പടക്കമാണോ മുഖത്ത് വെച്ച് പൊട്ടിച്ചത്? ഡോക്ടറുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവർ മൗനം പാലിച്ചു. എന്തോ അറിയില്ല, ഡോക്ടർക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തോ അറിയില്ല. മുഖത്ത് പുരട്ടുവാനുള്ള മരുന്നും കഴിക്കുവാനുള്ള ഗുളികയും എല്ലാം എഴുതി. ആ കുട്ടി അതുകൊണ്ട് കുറേ ഇടങ്ങാറായി. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സൗദ ഓളമ്മയും അനിയത്തി ഒന്നിനും മടിക്കാത്ത പോലെയാണ് എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കണം. പഠിച്ചോനറിയ റബ്ബേ, കാത്ത് രക്ഷിക്കുക, ഒന്ന് കണ്ണ് കാട്ടിക്കൊണ്ടല്ല. അല്ലെങ്കിൽ ഇവളിപ്പോൾ എന്തിനാ അങ്ങനെ അങ്ങോട്ട് വണ്ടിപ്പാഞ്ഞ് പോയത്? ഇവിടെയൊക്കെ നിന്നാൽ പോരേനാ. എന്താ ഇപ്പം ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അങ്ങനെ ഒന്നും ആകാഞ്ഞാൽ മതിയേനെ ഉമ്മ. അതൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആയാലും എന്താ, അങ്ങനെ ചെയ്തിട്ട് അവർ സ്വന്തം ജ്യേഷ്ഠത്തി ഉമ്മ തന്നെയല്ലേ, അവർ തന്നെയല്ലേ, നമ്മളൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ ചെയ്താലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അവരെന്ത് കാട്ടിലും ഒരു പ്രശ്നമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ പോവുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോ നെറ്റ് ഇങ്ങോട്ട് വരും. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കതിയും ഹസീനയും ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടൊക്കുന്നില്ല. പൊന്നാര സാറേ, എന്ത് കാര്യത്തിന് എന്നെ ഇങ്ങോട്ട് കൊടുന്നത്? ഞാൻ ഇറങ്ങൂല ജീപ്പ്, നിനക്ക് എൻ്റെ വീട്ടിൽ തന്നെ അങ്ങോട്ട് എത്തണം. ഇവിടേക്കൊന്നും ഞാൻ വരൂല. എന്തിനാ പോലീസ് സ്റ്റേഷനൊക്കെ പിന്നെ പിടിച്ച് വലിച്ചു കൊടുന്നിക്കണേ? എന്ത് കാര്യത്തിന്? ഞാനെന്താ കക്കാൻ പോയിനോ? അറിയില്ല, നിങ്ങളെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കക്കൽ മാത്രമല്ല വേറെ പലതും അവിടെ നടക്കുന്നുണ്ട് തോന്നും. സാറേ ഇറങ്ങ്, എന്നെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി തരും. ഞാൻ ഇറങ്ങൂല. കുഞ്ഞിക്കതിയെ വാശി പിടിച്ച് അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷെഹർബാൻ, എന്നാൽ ഷെഹർബാൻ അതാ പെട്ടെന്ന് കുഞ്ഞിക്കതിയുടെ കൈകളിൽ പിടിച്ച് വലിച്ച് താഴേക്ക് ഇറക്കുന്നു. ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്താ അവിടെ പിടിച്ചിരിക്കുന്നത്? ഹസീനയും പിടിച്ച് വലിച്ചിറക്കി. എങ്ങനെയുണ്ട്? പോലീസ് സ്റ്റേഷൻ കാണേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ലായിരുന്നു, പക്ഷെ നിങ്ങളായിട്ടല്ല നഷ്ടപ്പെടുത്തി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബെസ്റ്റ്. നടക്കങ്ങോട്ട്. നേരെ ഏതാ അവർ രണ്ടുപേരെയും നേരെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നു. എന്താ സാർ ഒരു പ്രശ്നം എന്താ? പലരും ചോദിച്ചു. അതൊക്കെയുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണേ ഉള്ളൂ. ഹസീന ഉമ്മയെ ദേഷ്യത്തോടെ നോക്കുന്നു. ഉമ്മ, വല്ലാത്തൊരു സാധനം തന്നെ ഇട്ടങ്ങൾ. ഇന്നെന്തിനെ സ്റ്റേഷനിലേക്ക് നിങ്ങൾ കൊടുന്നിക്കണം? ഞാൻ അടി കൊണ്ടുവന്നത് നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഞാൻ തുറക്കെ ഇവിടെ വിളിച്ച് പറയും എവിടേക്ക് കൊണ്ടുപോയതെന്നൊക്കെ. പെണ്ണെ, ഇജങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ കെട്ടി തൂങ്ങും, നോക്കിക്കോ. എന്നാൽ പിന്നെ എനിക്ക് സമാധാനമായി. അതേ സരൻ നിങ്ങളെന്തോട്ടെ, നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്ത ആൾക്കാരാണ്. ഇങ്ങനെ നിങ്ങൾ വീട് പോലെ ഇവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ പാടില്ല, മനസ്സിലായല്ലോ? എന്താ ഇവിടെ പ്രശ്നം? എന്താ പലരും ചോദിക്കുന്നു. അതൊക്കെയുണ്ട്. എന്നാൽ അതാ നേരെ ഷെഹർബാനും നജീബ് സാറും അവരുടെ മുമ്പിലായിട്ടിരുന്നു. കുഞ്ഞിക്കതിയ ഹസീന അല്ലേ, അതല്ലേ പേര്? ആ സാറേ, പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? സത്യം പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇവരുടെ ജ്യേഷ്ഠത്തി സൗദ എന്ന പേരുള്ള ആ പെൺകുട്ടി എവിടെ പോയി? അതാണ് അറിയേണ്ടത്. സാറേ, ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എങ്ങനെ ഞങ്ങൾ പറയുക? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണം? പെട്ടെന്ന് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. അതും ഒന്നും വിളിച്ച് പറയും, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ അറിയാത്ത രീതിയിൽ കൂളായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു.
അതുകൊണ്ടാണ് സംശയം തുടങ്ങിയത്. പറയടി, പറയില്ലേ? സാറേ എനിക്കറിയില്ല. പറയില്ലല്ലേ? എത്രയൊക്കെ തന്നെയാലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? എന്നാൽ ഹസീനെ പറയാൻ നിന്നു. അത് ഞങ്ങളെ വീട്ടിലെ. എന്നാൽ കുഞ്ഞിക്കതിയ വായ പൊത്തി വിരൽ കൊണ്ട് പറഞ്ഞു, അതൊന്നും ഇവിടെ പറയണ്ട. എന്നാൽ അവർ പറയാൻ കൂട്ടക്കുന്നില്ല. എന്നാൽ ഷഹർബാൻ പറഞ്ഞു, സർ മറ്റേ മുറ പ്രയോഗിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. രണ്ടുപേരെയും അതാ ഒന്നുകൂടി മറ്റ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എവിടുക്കാ സാറേ ഇനി ഞങ്ങൾ കൊണ്ടുപോകണത്? ഒന്നുമില്ല, നമുക്കൊന്ന് സത്യം പറയണ്ടേ, അതിന് വേണ്ടി. പൊന്നു സാറേ നിങ്ങൾ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. എനിക്കതേ പറയാനുള്ളത്, വേറെ ഒന്നുമല്ല. ഓൾ എവിടെയല്ലേ പോയത് എനിക്ക് അറിയണില്ല. എന്തിനാ നിങ്ങൾ നമ്മളിങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഉമ്മ പെട്ടെന്ന് ഹസീന എന്താ പറയാനുള്ളത് പറയൂ. ഒന്നുമില്ല, നിങ്ങൾ തമ്മിൽ തന്നെ എന്തൊക്കെയോ ഒരു കള്ളക്കളിയുണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ ഇങ്ങനെയാവില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇതിനകത്ത്. എന്നാൽ ഈ സമയം ഷഹർബാൻ ചോദിച്ചു, അല്ല പിന്നെ ഒരു പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഷഹർബാൻ ചോദിക്കുന്നു അവളോട്, ഹസീനയോട്. ഹസീന, പിന്നെ നിന്നെ എത്രാം ക്ലാസ്സിൽ നിന്നാണ് അദ്ദേഹം പീഡിപ്പിച്ചത്? എന്നെയോ പീഡിപ്പിക്കേ? ആര്? പെട്ടെന്ന് അവളുടെ വായിൽ നിന്ന് അതാ സത്യം പുറത്തു വരുന്നു. അപ്പോൾ നിങ്ങളുടെ പരാതി ഇങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ പരാതി പ്രായപൂർത്തിയാകാത്ത എൻ്റെ മകളെ പീഡിപ്പിച്ചു. അത് സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസയിലേക്ക് പോകുമ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതി വെച്ചിട്ടുള്ളത്. എഴുതി തന്നതാണല്ലോ. അത് പെട്ടെന്ന് കുഞ്ഞിക്കതിയ അവളുടെ നേരെ നോക്കി. അതെ, ഒക്കെ ഇപ്പോൾ കൊളാവും തോന്നണേ. പീഡിപ്പിച്ചിരുന്നു. അതിൻ്റെ പരിണിത ഫലമാണല്ലോ ഇപ്പോൾ സത്താർ അനുഭവിക്കുന്നത് അല്ലേ? അപ്പോൾ എത്രാം ക്ലാസ്സിൽ നിന്ന് എവിടെ വെച്ചാണ് പീഡിപ്പിച്ചത്? തെളിവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ശിക്ഷ വീണ്ടും കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കേസ് വിധിക്കാനൊന്നും പറ്റൂല. ഇനി അത് കോടതിയിലെത്തണം. അതിനു മുമ്പായിട്ട് എവിടെയാണ്, ഏത് റൂമിൽ നിന്നാണ്, എങ്ങനെയാണ്, എന്താണ് ചെയ്തത് എന്നൊക്കെ ഒന്ന് അറിയണം. വേറെ ആരും കേൾക്കില്ല, ഞാൻ മാത്രം കേൾക്കും. ശരിക്കും അതാ ഷഹർബാൻ ഹസീനയെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി. പറയണം, എല്ലാം വ്യക്തമായും കൃത്യമായും പറയണം, പറയാതെ വിടില്ല. ഞാൻ അത് എപ്പോഴും എനിക്കറിയില്ല, പലപ്പോഴും ഉണ്ടായിക്കണ്. പലപ്പോഴും ഉണ്ടായിരുന്നു. നീ എന്തുകൊണ്ട് എതിർത്തില്ല? എതിർക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. അറിയില്ലാതിരിക്കൂരല്ലോ. ഏതൊരു കൊച്ചുകുട്ടിയാണെങ്കിലും അവരുടെ ശരീരഭാഗങ്ങളിലോ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടി ഒന്നെങ്കിലും പറയും, വീട്ടുകാരോട് പറയും, അല്ലെങ്കിൽ പ്രതികരിക്കും. ഇതൊന്നുമില്ലാതെ എല്ലാം അങ്ങ് സുഖിച്ചു കഴിഞ്ഞോ? അത് അങ്ങനെ അത്രയൊന്നുമില്ല. പിന്നെ എത്രാം ക്ലാസ്സിൽ നിന്നാണ് നിനക്ക്? ചെറിയ കുട്ടി ആയപ്പോഴെന്നാണ് ഇതിൽ പറഞ്ഞിരുന്നത്. ചെറിയ കുട്ടി മീൻസ് 8-9 പഠിക്കുന്ന സമയത്തായിരിക്കും. അന്നൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞങ്ങളെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറയൂ, ഏത് രീതിയിലാണ് നിന്നെ പീഡിപ്പിച്ചത്? എവിടെയാണ് പീഡിപ്പിച്ചത്? എങ്ങനെയാണ് പറയൂ. അത് റൂമിൽ എവിടെ വെച്ച്? അപ്പോൾ ഏത് റൂമിൽ വെച്ചാണ്? മുകളിലത്തെ ബെഡ്റൂമിൽ വെച്ച്. ഓഹോ, കുട്ടിയായിരിക്കുമ്പോൾ അല്ലേ? ഇപ്പോൾ നിനക്ക് വയസ്സ്? എനിക്ക് വയസ്സ് 20. 20 അല്ലേ? അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ നിന്നെ മുകളിലത്തെ റൂമിൽ വെച്ച് പീഡിപ്പിച്ചു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കുട്ടിയെന്ന് വെച്ചാൽ എത്ര വയസ്സിലായിരിക്കും? 13 ഒക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങളുടെ ആ പുതിയ വീട് കുടിയിരുന്നിട്ട് എത്ര വർഷമായി? അത് 1 വർഷം ആയിട്ടുള്ളൂ. ഓഹോ, എങ്ങനെയുണ്ട് ഇപ്പം? എങ്ങനെ ഇരിക്കണ്? 1 വർഷമായിട്ടുള്ളൂ ആ വീട്ടിൽ കൂടിയിട്ട്. പക്ഷേ അവളെ പീഡിപ്പിച്ചിട്ട് എത്ര വർഷമായി? 5 ഒക്കെ ആയി. ഓക്കെ, മുകളിലത്തെ റൂമിൽ വെച്ചാണ് പീഡിപ്പിച്ചത് അല്ലേ? ഈ വീടാണെങ്കിൽ കുടിയിരുന്നിട്ട് ആകെ 1 വർഷവും. അപ്പോൾ 5 വർഷം മുമ്പത്തെ കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പുറത്ത് വിട്ടത്. അപ്പോൾ 5 വർഷം മുമ്പേ ആ ഒരു വീട്, ഇരുനില മാളിക, ആ ഒരു ബംഗ്ലാവ് വീട് അവിടെ ഉണ്ടോ? എന്തിനാ കുട്ടി ഇങ്ങനെ കളവ് പറയുന്നത്? പറയടി.
ശരിക്കും ഷഹർബാൻ അവളുടെ കവളിൽ പിടിച്ചു. പറ, പീഡിപ്പിച്ചത് എവിടെ വെച്ചാ? പീഡിപ്പിച്ചത് മുകളിലത്തെ റൂമിൽ വെച്ച് എന്ന് 5 വർഷം മുമ്പ്. ഓക്കെ, അത് എഴുതിയെടുക്കട്ടെ കേട്ടോ. 5 വർഷം മുമ്പ് ആ ഒരു ബംഗ്ലാവിലെ വീടിൻ്റെ മുകളിലത്തെ റൂമിൽ വെച്ച് പീഡിക്കപ്പെട്ടു. ഓക്കെ, പക്ഷേ ഈ ഒരു വീട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രം. 5 വർഷം മുമ്പ് അവിടെ നിന്നാണ് സംഭവം നടന്നത്. ഓക്കെ. നജീബ് സർ, എന്താ? അതെ, പീഡനത്തിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒക്കെ നോട്ട് ചെയ്തോളൂ. ഓക്കെ. എന്നാൽ ഹസീനയുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു പച്ചക്കള്ളം പുറത്തു വന്നു. 5 വർഷം മുമ്പ് മാളികയുടെ മുകളിലിട്ടിട്ടാണ് അയാൾ എന്നെ പീഡിപ്പിച്ചത്. പക്ഷേ ഈ വീട് കുടിയിരുന്നിട്ട് വെറും 1 വർഷവും മാത്രമേ ആയിട്ടുള്ളൂ. ഹസീന, എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് കളവ് പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ട്? ഒരു കളവ് പറഞ്ഞാൽ 10 കളവ് പറയുമെന്നാണ്. പിന്നെ കളവ് പറയുന്നവരുടെ മുഖം തന്നെ കണ്ടാൽ അറിയാം. ശരിക്കും അതാ ഹസീനയെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഷമ്മാസിൻ്റെ നിർദ്ദേശപ്രകാരം വല്ലാതെ ഉപദ്രവിക്കുന്നില്ല, അല്ലാതെ തന്നെ ചോദിച്ചെടുക്കുകയാണ്. എന്നാൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ശരിക്കും കള്ളി പുറത്തായി എന്ന് തന്നെ പറയാം. 5 വർഷം മുമ്പ് പീഡിപ്പിച്ച മാളിക മുകളിൽ ആ വലിയ വീടിൻ്റെ മുമ്പിൽ നിന്നും പീഡിപ്പിച്ച സത്താർ, അത് ChatGPTയോടെങ്കിലും ചോദിക്കേണ്ടി വരും. എന്നാലാണ് അങ്ങനെയൊരു ചിത്രം വരിക. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിക്കഥയും ഹസീനയും പെട്ടു എന്ന് തന്നെ പറയാം. ഓരോന്ന് മണിമണിയായി ചോദിച്ചപ്പോൾ അവൾക്ക് ഉത്തരം മുട്ടിയ പോലെയായി. അവരുടെ കള്ളികളെല്ലാം വെളിച്ചത്താകും വൈകാതെ തന്നെ. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് വളരെയധികം വിഷമകരമായ ഒരു വാർത്ത കേട്ടുല്ലേ. അതായത് മങ്കട, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ 4 ആളുകൾ മരണപ്പെട്ടു, 2 പേരുടെ നില ഗുരുതരം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം 7 പേരടങ്ങുന്ന ആൺകുട്ടികൾ അവർ ഈ വ്യൂ പോയിന്റിൽ പോയതാണ് അത്ര. വ്യൂ പോയിന്റ് വെച്ചാൽ നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലം. അവിടെ നിന്ന് അവർ വ്യൂ പോയിന്റ് ആസ്വദിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ശക്തമായ ഇടിമിന്നൽ അവരുടെ തലയിലേക്ക് ഇടിച്ച് വീണതായിരിക്കും. പഠിച്ചവനെ കാത്തുരക്ഷിക്കണേ അല്ലാ. 3 പേര് മരണപ്പെട്ടു, 4 പേര് മരണപ്പെട്ടു, 2 പേരുടെ നില ഗുരുതരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഇടങ്ങാറ്. കാരണം നമ്മുടെ മക്കൾ റബ്ബെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ മക്കളതിലൊക്കെ നടക്കണേ. പാവം റബ്ബേ, ആ 3 മക്കളും 2 പേർ ഗുരുതരാവസ്ഥയിലാണെന്നാണ്. പൊള്ളലേറ്റിട്ടുണ്ടാവുമല്ലോ ആകപ്പാടെ. ശക്തമായി ഇടിയും മിന്നലെന്നൊക്കെ പറഞ്ഞാൽ ശക്തമായ വോൾട്ടേജ് ഇങ്ങോട്ട് അത് വരികയാണല്ലോ. റബ്ബേ, പഠിച്ചവൻ കാത്ത് രക്ഷിക്കട്ടെ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സമയത്ത്, വൈകുന്നേര സമയത്ത് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പക്ഷേ പോയതായിരിക്കാം. ഒരു പക്ഷേ തിരിച്ച് അവർ വരുന്നത് വീട്ടിലേക്ക് മയ്യത്തായിട്ടായിരിക്കും. അല്ലാ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, പഠിച്ചവനെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരും നീ കാത്തുരക്ഷിക്കുക റഹ്മാനെ. പെട്ടെന്ന് ആ മാതാപിതാക്കൾക്കല്ലേ അത് അറിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ ഇടിമിന്നൽ അകപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞ് മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. പഠിച്ചവനെ അവർക്ക് നീ ക്ഷമ കൊടുക്കുക റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.